നാട്ടുവാർത്തയിൽ ഇന്ന് ഒരു വ്യത്യസ്ത കഥയാണ്, ഒരു കലാകാരിയുടെ വാർത്ത. ആറന്മുളയ്ക്കടുത്ത് പൊന്നുംതോട്ടത്തിൽ മഞ്ജു മുരുകൻ എന്ന കലാകാരിയെ കൂടുതലായിട്ട് ഭഗവാനെ ഭജിക്കുക, നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, പിന്നെ ഭഗവാൻ തന്ന കഴിവ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാൻ സന്തോഷമായിരിക്കണം അതിന് വേണ്ടിയിട്ട് വരയ്ക്കുക. പിന്നെ ആരെങ്കിലും ചിത്രം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. മ്യൂറൽ പെയിന്റിങ് 2019 മ്യൂറൽ പെയിന്റിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും സാധാരണ എനിക്ക് ആ നേരത്തെ ഉള്ള വര തന്നെ മുമ്പോട്ട് പോകണം. ഈ മേഖലയിലേക്ക് മഞ്ജു എത്തിപ്പെട്ട കഥ കേൾക്കാം. കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ മഴ പെയ്യുമ്പം അങ്ങനെ വരയ്ക്കുന്നില്ല പുസ്തകത്തില്. വീട്ടില് മഴയൊക്കെ പെയ്യുമ്പം മഴ തോന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ ഇങ്ങനെ ചെറിയൊരു കമ്പ് വെച്ചിട്ടൊക്കെ കൃഷ്ണന്റെ കണ്ണുകളും മുഖങ്ങളും ഒക്കെ വരയ്ക്കും. അങ്ങനെ വരച്ച് അത് അവിടെ അങ്ങ് തീരും. പിന്നെ എവിടെയെങ്കിലും പുസ്തകത്തിന്റെ സൈഡോ നോട്ട്ബുക്കിന്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മുഖം മാത്രമേ വരയ്ക്കുള്ളൂ. പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും വരച്ചിട്ടില്ല. അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ വരയ്ക്കുന്നേ ഉള്ളൂ. പിന്നെ വരയ്ക്കില്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് ചെറിയ പുസ്തകം ചേട്ടൻ മേടിച്ചു തരും. പുസ്തകമൊക്കെ ഞാൻ വരയ്ക്കുമെന്ന് അറിയുമ്പോൾ പുസ്തകമൊക്കെ മേടിച്ചു തരുമായിരുന്നു. അപ്പം പുസ്തകത്തിൽ വരച്ചു തുടങ്ങി. അപ്പം അത് വരച്ച് മുരുകൻ ചേട്ടനെ ശരിക്കും അത് പ്രോത്സാഹിപ്പിച്ച് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. കുറഞ്ഞ സമയം കൊണ്ട് മഞ്ജുവിൻ്റെ കലാമേഖലയിലെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളപ്പാലങ്കാരം പിന്നെ മുടങ്ങാണ്ട് വരയ്ക്കുന്നത്. ഈ വരയിലൂടെയാണ് ശരിക്കും യാത്രയൊക്കെ പോകാൻ പറ്റിയത്. വൃന്ദാവനത്തിൽ ഞാൻ ഗുരുവായൂർ പോയിട്ടില്ലായിരുന്നു ഇതുവരെ. ആ സമയത്ത് ഇത് പറയണതും കൂടി. അപ്പം അത് ഉച്ചപൂജ കളപ്പാലങ്കാരം വരച്ച് കുറേ 2-3 മാസമായപ്പം ഇതണക്ക് എന്താ പറയാ, എൻ്റെ 38ാമത്തെ വയസ്സിലാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോണത്. അപ്പം ഈ അലങ്കാരത്തിലെ ചിത്രങ്ങൾ ഒരു 108 ചിത്രങ്ങളായിട്ട് ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഒരു ഏകാദശിയുടെ അന്ന് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് അമ്പലത്തിൽ പോയി ഭഗവാന് സമർപ്പിച്ച് അന്നത്തെ ദിവസം ഏകാദശിയുടെ അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൃന്ദാവനത്തിലൊക്കെ പോകാൻ പറ്റി. പുരി ജഗന്നാഥ ക്ഷേത്രം, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത്. അവിടെ പോകാൻ പറ്റി. ഈ വരയിലൂടെ ആണ് കേദാർനാഥ്, ബദരിനാഥ്, പിന്നെ പാണ്ഡുരംഗ വിടല, മൂകാംബിക ക്ഷേത്രം എല്ലായിടത്തും പോകാൻ പറ്റി. കുടുംബത്തിന്റെ പിന്തുണയാണ് മഞ്ജുവിന്റെ ധൈര്യം. ഇവിടെ വന്നപ്പോൾ അതിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ വരയ്ക്കാറുള്ള കഴിവുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞും നമ്മൾ പൂർണ്ണമായിട്ടും ചിത്രരചന പഠിക്കാനായിട്ട് ആറന്മുള വാസവിദ്യ ഗുരുകുലത്തിൽ പോവുകയും അവിടെ നിന്ന് ചുവർ ചിത്രകല പഠനം പൂർത്തീകരിച്ച് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും നല്ല രീതിയിൽ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും. ഇനിയും മഞ്ജുവിന് കുറെ സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ ഇപ്പം ഞാൻ വരച്ചെൻ്റെ കയ്യിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റോള് പോലെ ഇട്ടിട്ട് അവിടെ എക്സിബിഷൻ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഇങ്ങനെ എക്സിബിഷൻ ചെയ്ത് എല്ലാവരെയും വിളിച്ചിട്ട് കുറേ ദൂരെയുള്ളവരൊക്കെ കുറച്ചൊരു വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വിളിച്ച് ഇങ്ങനെ ഒരു എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ മ്യൂറൽ പെയിൻറ്റിങ് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ട്.
കലാമേഖലയിൽ മഞ്ജു ഇനിയും ഏറെ മുന്നോട്ട് പോകും. നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.